കൃപാസനം പത്രം വിതരണം ചെയ്യുന്നവർ, വചനോത്സവം മാസിക വിതരണം ചെയ്യുന്നവർ, ഇപ്പോൾ കാകുൽത്ത ധ്യാന മന്ദിരത്തിലുണ്ട് കാകുൽത്ത വോയിസ് അത് കൊടുക്കുന്നവർ, ജെറുസലേം ധ്യാന മന്ദിരത്തിൽ നിന്ന് അച്ചടിച്ച് വരുന്ന വാരാന്ത്യ പതിപ്പ് അത് കൊടുക്കുന്നവർ, പ്രിയപ്പെട്ട ദൈവമക്കളെ, ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ട്. ആത്മാവ് ഒന്ന് തന്നെയല്ലേ ബൈബിൾ വിതരണം ചെയ്യുന്നത്. ഇപ്പോൾ ഫിയാത്ത് മിഷൻ ഇതാ പേപ്പർ, പഴയ പേപ്പർ വാങ്ങി അത് വീണ്ടും പേപ്പറാക്കി നല്ല പേപ്പറാക്കി മാറ്റിയിട്ട് അതിലൂടെ അച്ചടിച്ച് ബൈബിൾ വിതരണം ചെയ്യാവുന്ന പല സ്ഥലങ്ങളിലും ഞാൻ ചെല്ലുന്ന സ്ഥലങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്ന് തന്നെ. കഴിഞ്ഞ നാളുകളിൽ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ഞാൻ പോയപ്പോൾ, ഒരാവശ്യത്തിന് ചെന്നപ്പോൾ ഒരു 5-6 സഹോദരിമാർ അവർ കൃപാസനം പത്രവുമായിട്ട് എന്നെ സമീപിച്ചു. എന്നിട്ട് എൻ്റെ നേരെ നീട്ടി. ഞാനൊരെണ്ണം വാങ്ങി കയ്യിൽ വെച്ചു. എന്നിട്ട് മാതാവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അവരെന്നോട് പറയാൻ തുടങ്ങി. 6 സഹോദരിമാരിൽ 2 പേര് മാത്രം ക്രിസ്ത്യൻസ്, കാത്തലിക്ക്. ഞാൻ ഓരോരുത്തരെയും പേര് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ മറ്റു മതത്തിലാണല്ലേ? അത് ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. എൻ്റെ സ്വരമൊക്കെ കേട്ടപ്പോൾ അതിലൊരു സഹോദരി, ഒരു ക്രിസ്ത്യൻ സഹോദരി, എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ ഈ സ്വരം, എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ മുഖം, ഞാൻ യൂട്യൂബിലാണെന്ന് തോന്നുന്നത്, ഗാകുൽത്ത ധ്യാന മന്ദിരത്തിലാണെന്ന് തോന്നുന്നത്, ജെറുസലേമിൽ ഞാൻ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു 2 പേര്. ഞാൻ പറഞ്ഞു, അത് എൻ്റെ പേര് സണ്ണി കാട്ടുകാരൻ, ഈശോയെ ഞങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട ദൈവമക്കളെ, അപ്പം ആ മക്കൾ എന്നോട്, സഹോദരിമാർ, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളോ സഹോദര, വീട്ടിൽ കഷ്ടപ്പാടൊക്കെ ഉണ്ട്, ബുദ്ധിമുട്ടുണ്ട്, മോളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, മോനെ പഠിപ്പിക്കാൻ പൈസയില്ല, പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാലും മാതാവ് വലിയ അത്ഭുതം ചെയ്തു ഞങ്ങളുടെ ജീവിതത്തിൽ. മാതാവ് അത്ഭുതം ചെയ്യുന്നത് യേശു വഴിയാ, മാതാവ് വഴി യേശുവിലേക്കാ. എന്നിട്ട് ആ കൃപാസനം പത്രം നടന്ന് കൊടുക്കവർ, അത്ഭുതങ്ങളും സാക്ഷ്യങ്ങളും. പ്രിയപ്പെട്ട ദൈവമക്കളെ, കൃപാസനത്തിൽ വരുന്നവർക്ക് മുഴുവൻ എല്ലാ കാര്യവും നടന്നു കിട്ടിയെന്നൊന്നും പറയാൻ പറ്റില്ലെന്ന്. ഒരു കാത്തിരിപ്പുണ്ടെന്ന്, എല്ലാറ്റിനും കാത്തിരിക്കണമെന്ന്. നടാൻ ഒരു കാലം, പറിക്കാൻ ഒരു കാലം. എന്നാലും അവർ സുവിശേഷ വേല ചെയ്യല്ലേ, മാതാവ് വഴി യേശുവിലേക്ക് തന്നെയല്ലേ അത്. ആര് തന്നെ ആ പത്രത്തെക്കുറിച്ച് എന്ത് തന്നെ വിരോധാഭാസമായിട്ട് എന്ത് തന്നെ പറഞ്ഞോട്ടെ, കുറ്റപ്പെടുത്തിക്കോട്ടെ, പക്ഷേ അതിലെ സാക്ഷ്യങ്ങൾ വിരൽ ചൂണ്ടുന്നത് കർത്താവിലേക്ക് തന്നെയല്ലേ, യേശു ക്രിസ്തുവിലേക്ക് തന്നെയല്ലേ, ജീവിക്കുന്ന ദൈവത്തിലേക്ക് തന്നെയല്ലേ. അമ്മ വഴി മകനിലേക്ക്, അമ്മ വഴി യേശുവിലേക്ക്. അമ്മ അത്ഭുതം പ്രവർത്തിക്കുന്നത് യേശു ക്രിസ്തു വഴി തന്നെയല്ലേ പ്രിയപ്പെട്ടവരെ. മകനെ അവർക്ക് വീഞ്ഞില്ല, അമ്മ പറയുന്നത് മോനോട് തന്നെയാ, അമ്മ ആവശ്യപ്പെടുന്നത് മകനോട് തന്നെയാ, അമ്മ അപേക്ഷിക്കുന്നത് മോനോട് തന്നെയാ, യേശുവിനോട് തന്നെ. ഇപ്പോൾ വേളാങ്കണ്ണി പോയിക്കോട്ടെ, കൃപാസനത്തിൽ പോയിക്കോട്ടെ, മാതാവ് വഴി യേശു ക്രിസ്തുവിലേക്ക് തന്നെയാന്നേ. അതിന് കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. എത്രയോ പേര് ഈ വഴിയിലൂടെ കർത്താവിനെ അറിയുന്നു. പലരും നേരിട്ട് യേശു ക്രിസ്തുവിനെ അറിയുന്നു. എന്നാൽ പലരും പരിശുദ്ധ അമ്മ വഴി, മറ്റ് അന്തോണീസ് പുണ്യാളം വഴി, വിശുദ്ധരി വഴിയൊക്കെ യേശുവിലേക്ക് പോകുന്നു. ചാനല് വ്യത്യസ്തമായിക്കോട്ടെ, റൂട്ട് വ്യത്യസ്തമായിക്കോട്ടെ, എത്തിച്ചേരുന്നത് അതേ സ്ഥാനത്ത് തന്നെയല്ലേ, ലക്ഷ്യസ്ഥാനത്ത്, യേശു ക്രിസ്തുവിലെ. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ സ്ത്രീകളെ ഓർത്ത് നന്ദി പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവറ്റെന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക, ദൈവമേ എന്നേക്കാൾ വലിയ സുവിശേഷ വേല അവർ ചെയ്യുക. എനിക്ക് പറ്റും. ഇങ്ങനെ നടന്ന് പലരും അവർ പറയുക, പലരും ചിലപ്പോൾ ചീത്ത പറയും, കൊണ്ടുപോടിയെന്ന് പറയും, നിൻ്റെ കൃപാസനം പത്രം കൊണ്ടുപോടിയെന്ന് പറയും. ഞങ്ങളപ്പം തന്നെ മാതാവിന് നന്ദി പറഞ്ഞ് ഒരു നന്മ നിറഞ്ഞ പറയുമ്പോൾ ചൊല്ലി അവിടെ നിന്ന് പോവും. ദൈവത്തെ സ്തുതിക്കും, യേശുവേ നന്ദി, യേശുവേ സ്തുതി എന്ന് പറയും. എന്നിട്ട് വേറെ ആളുടെ അടുത്തും അവർ ചിലപ്പോൾ സ്വീകരിക്കും. ആളുകൾ കൂടി നിന്നോടത്തൊക്കെ വായിക്കാനായിട്ട് ഇട്ട് കൊടുക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്ന് തന്നെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, രക്ഷയുടെ സുവിശേഷം അറിയിക്കുമ്പോൾ വേദന കിട്ടിയാലും, സങ്കടങ്ങൾ തന്നാലും, കുരിശിൽ തറച്ച് കൊന്നാലും, നഗ്നനാക്കിയാലും, മുഖത്ത് കാർക്കിച്ച് തുപ്പിയാലും, നിന്റെ രക്ഷ ദൈവം പൂർത്തിയാക്കാൻ ആ ദൂതരയക്കുന്ന എന്ന കാര്യം കൂടി പറഞ്ഞു കൊടുക്കണം. എല്ലാവർക്കും, എല്ലാവരെയും ധരിപ്പിക്കണം. ഇതാണ് രക്ഷയുടെ സുവിശേഷം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചോദിക്കുന്നത് മാത്രം തരുന്നൊരു ദൈവമല്ല. കുറേ കാര്യങ്ങൾ ചെയ്തു തരുന്നു, പലതും ചെയ്തു തരാത്ത ദൈവം. അതിൻ്റെ പിന്നിലൊരു നന്മയുണ്ട്. ദോഷമായിട്ടൊന്നും എന്നോട്
എൻ്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ പോയിരുന്നു കൊച്ചു കുഞ്ഞുപദേശിയുടെ ആശ്രമത്തിൽ. ഞാൻ പോയിരുന്നു ആ ചെങ്ങന്നൂർ പത്തനംതിട്ട ഭാഗത്തൊക്കെ വചനപ്രസംഗത്തിന് പോയപ്പോൾ. ഇന്നും അനേകരുടെ ഹൃദയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിലനിൽക്കുക. ദോഷമായിട്ടൊന്നും എൻ്റെ ദൈവം എന്നോട് ചെയ്യില്ല. മകൻ മരിച്ചു കിടക്കുക കേട്ടോ, മകൻ മരിച്ചു കിടക്കുക. ആ മകൻ്റെ ഡെഡ് ബോഡി കൈകളിലെടുത്ത്, കൊച്ചുകുട്ടിയാണെന്ന് തോന്നണേ, എനിക്കറിയില്ല പൂർണ്ണമായിട്ട്. ആ മകൻ മരിച്ചു കിടക്കുന്ന സമയത്ത് ആ ബഹുമാന്യനായ ഉപദേശി, വചനം പ്രസംഗിക്കുന്ന നല്ല വ്യക്തി, ഇതുകൊണ്ടൊന്നും എൻ്റെ ദൈവത്തിൽ നിന്ന് എന്നെ അകറ്റാൻ പറ്റില്ല, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തും, ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ, ഇതൊന്നും എൻ്റെ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്താൻ പറ്റില്ലെന്നും പറഞ്ഞുകൊണ്ട് അന്ന് മനസ്സിൽ തോന്നിയത് എഴുതി വെച്ചു, കുറിച്ച് വെച്ചു. അത് വലിയൊരു ഹിറ്റായിട്ട് മാറി, വലിയൊരു പാട്ടായിട്ട് മാറി. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. നന്ദി പറയും ഞാൻ. ദുഃഖിക്കുന്ന ദൈവമക്കൾ ഇരിപ്പുണ്ടോ? തടസ്സങ്ങൾ നേരിടുന്ന ദൈവജനം ഇരിപ്പുണ്ടോ? രോഗങ്ങളും പ്രശ്നങ്ങളും മൂലം വലയുന്നവരിപ്പുണ്ടോ? ഒറ്റപ്പെട്ട ജീവിതങ്ങൾ ഇരിപ്പുണ്ടോ? സങ്കടം ഒതുക്കി വെച്ച് നടക്കുന്നവരിപ്പുണ്ടോ? ദൈവത്തെ എന്നെങ്കിലും പഴി പറഞ്ഞവരിപ്പുണ്ടോ? തമ്പുരാനോട് പിണങ്ങി കഴിയുന്നവരിപ്പുണ്ടോ? നെഞ്ചിൽ കൈവച്ച് പറയണം, നല്ലതിന് വേണ്ടി ഒരുക്കുന്നൊരു ദൈവം. ഞാൻ നിങ്ങളെ ദുഃഖിപ്പിക്കുന്നുവെങ്കിൽ ഞാൻ ദുഃഖിപ്പിച്ച നിങ്ങളല്ലാതെ മറ്റാരാണ് എന്നെ സന്തോഷിപ്പിക്കാനുള്ള? 2 കൊരിന്തോസ് 2:2. എന്തിനാ ഈ വേദന തന്നേ പൊന്നുമക്കളെ? ഇതുപോലെ ഇരിക്കാൻ വേണ്ടി, ഇതുപോലെ രക്ഷയുടെ മാർഗം കണ്ടെത്താൻ വേണ്ടി. ദൈവമേ, 32 വർഷങ്ങൾക്ക് മുമ്പ് ബോംബെയിൽ വെച്ച് ആ ഒരു അസ്വസ്ഥതയെ തന്നില്ലെങ്കിൽ, ആ ജോലി നഷ്ടപ്പെട്ടില്ലെങ്കിൽ, ഇന്ന് നല്ലവരായ പൊന്നുമക്കളായ ഈ ജനത്തിൻ്റെ മുമ്പിൽ ഞാൻ ഇതുപോലെ പ്രസംഗിക്കാൻ ഇരിക്കും എൻ്റെ കർത്താവേ? അറിയില്ല. നന്ദി കർത്താവേ, നന്ദി ദൈവമേ. സാരമില്ല കർത്താവേ, ക്ലേശത്തെ ഞാൻ ഓർക്കുന്നില്ല, ദുഃഖ ദുരിതങ്ങൾ ഓർക്കുന്നില്ല. എപ്പോഴെൻ്റെ കർത്താവിനെ ഒന്നായി ചേരുന്നു എന്ന് മാത്രം ഓർക്കുക. നന്ദി പറയുക. കണ്ണടച്ചോ, കൈകൂപ്പിക്കോ, നന്ദി പറയട്ടെ. നിരാശയുടെ ദുഷ്ടരൂപികൾ നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകാൻ കൽപ്പിക്കുന്നു. സുവിശേഷ പ്രസംഗത്തിൻ്റെ സ്നേഹത്തിൻ്റെ അവകാശത്തിൽ കർത്താവെ, ഒത്തിരി സ്ഥലത്ത് പോയി നിൻ്റെ വചനം പ്രസംഗിക്കുന്നു എന്ന നീ തന്ന യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ 1% വിശ്വാസം നീ എന്നിൽ നിക്ഷേപിച്ചു. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ അധികാരത്തിൽ പിതാവായ ദൈവത്തോടും പരിശുദ്ധാത്മാവിനോടും ആ വലിയ സ്നേഹത്തിൽ ആശ്രയിച്ചുകൊണ്ട്, പരിശുദ്ധ അമ്മയോട് സകല വിശുദ്ധരോടും ചേർന്നുകൊണ്ട്, സഹിച്ച വിശുദ്ധരോട് ചേർന്ന്, ദൈവദൂതരോടും കാവൽ മാലാകന്മാരോടും ഒപ്പം നിന്നുകൊണ്ട്, കത്തോലിക്ക സഭയിലായിരുന്നു കൊണ്ട്, നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ അധികാരത്തിൽ എല്ലാ പൈശാചിക പീഡകളും അന്ധകാര ശക്തികളും നിരാശയുടെ ബന്ധനങ്ങളും ദൈവത്തെ പഴി പറയുന്ന ആ ദുഷ്പ്രേരണകളും യേശുക്രിസ്തുവിൻ്റെ അധികാരത്തിൽ വിട്ടൊഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ, തകർന്നു പോകട്ടെ, പാപചിന്തകൾ മാറട്ടെ. യേശുനാമത്തിൽ എന്നിലോ എൻ്റെ കുടുംബത്തിലോ ഈ ദൈവജനത്തിലോ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകളോ പൈശാചിക പീഡകളോ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, അന്ധകാരാധിപത്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ,
പൂർവികമായ അസ്വസ്ഥതകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ തിരുച്ചോരയുടെ ശക്തിയിൽ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ വിട്ടൊഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, കൽപ്പിക്കുന്നു. കൃപ ചൊരിയണ ദൈവമേ. ഇരു കരങ്ങളും ഉയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി വിളിക്കട്ടെ യേശുവിനെ. ആരാധന, ആരാധന, ആരാധന. നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. കൃപ നിറയട്ടെ, അനുഗ്രഹിക്കട്ടെ. ആരാധന, ആരാധന. കർത്താവെ, കരുണ തോന്നി രോഗപീഠകൾ എടുത്തു മാറ്റണേ. കരുണ തോന്നി ജീവിത തടസ്സങ്ങൾ എടുത്തു മാറ്റണേ. കരുണ തോന്നി വിഷമതകൾ എടുത്തു മാറ്റണേ. കരുണ തോന്നി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റണേ. ദൈവജനം സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. ഷിയാ റിയ റബ്ബ റബ്ബ റബ്ബ. കരുണ വർഷിക്കുക ദൈവമേ. ആരാധന, ആരാധന. പ്രൈസ് ദി ലോർഡ്. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.